Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിithubൽ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് എക്ലിപ്സിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഗിithub നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് ഫ്രീ ഓപ്പൺ ആയിട്ടുള്ള സോഴ്സ് കോഡുകളൊക്കെ ഉണ്ട് ഗിithubൽ. നമുക്ക് അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഇവിടോട്ട് ഇമ്പോർട്ട് ചെയ്യാം, എന്നിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഗിithubൽ നിന്നുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സിസ്റ്റത്തിൽ ഗിithub ഇൻസ്റ്റാൾഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഗിithub എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഐ ബട്ടണിലുണ്ട്, കാണാത്തവർ കാണുക. അപ്പോൾ അത് നോക്കി ഗിithub ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ബ്രൗസറിൽ സെർച്ച് ചെയ്യാൻ കൊടുക്കുക. ഇപ്പോൾ എനിക്കൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ വേണം. ഓക്കെ, ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഫ്രീ കോഡാണ് എനിക്ക് വേണ്ടത് ഗിithubൽ നിന്ന്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് കൊടുക്കുക, ഗിithub എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വരും. github.com എന്ന് പറഞ്ഞ കുറേ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് കൊടുക്കുമ്പോൾ അതായത് ഇവിടെ കാണിച്ചേക്കുന്നുണ്ടോ 12 എണ്ണം നിങ്ങളുടെ ഇതിനകത്ത് സെർച്ചിൽ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ജാവ കോഡ് മതി. അപ്പോൾ അതായത് ഇവിടെ നോക്കുമ്പോൾ ഏത് ലാംഗ്വേജ് ആണെന്ന് കാണിക്കും. ഇപ്പോൾ ഇത് പൈത്തൺ ആണ്, എനിക്കിത് വേണ്ട. പൈത്തൺ, PHP, ജാവാസ്ക്രിപ്റ്റ്, ഓക്കെ ജാവ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആ പേജിലോട്ടൊക്കെ പോകും. അവിടെ അതിൻ്റെ സോഴ്സ് കോഡ് അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ മുകളിൽ ആ URL കാണുന്ന നമ്മുടെ URL കോപ്പി ചെയ്യുക. ഓക്കെ, URL കോപ്പി ചെയ്തിട്ട് നിങ്ങളിവിടെ എക്ലിപ്സിൽ വന്നിട്ട് ഫയൽ ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. അപ്പോൾ എൻ്റെ ഗിറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് ഇതിങ്ങനെ കാണിക്കും. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്, പ്രൊജക്ട്സ് ഫ്രം ഗിറ്റും ഉണ്ട്, പ്രൊജക്ട്സ് ഫ്രം ഗിറ്റ് വിത്ത് സ്മാർട്ട് ഇമ്പോർട്ടും ഉണ്ട്. ആ വിത്ത് സ്മാർട്ട് ഇമ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ക്ലോൺ URI കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ URL നമ്മൾ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഗിithub ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് URL വരും. പക്ഷെ ചില കേസിൽ URL ഇവിടെ അപ്ഡേറ്റ് ആവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് URL ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ അപ്ഡേഷൻ വരാതെ വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഇതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു empty ഡയറക്ടറി അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ മാറ്റി കൊടുക്കാം. അപ്പോൾ സപ്പോസ് ഡെസ്ക്ടോപ്പ് വല്ലതും കൊടുക്കാം, എന്നിട്ട് സേവ് കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇമ്പോർട്ട് ആവുന്നതാണ്. ഫിനിഷ് കൊടുക്കുക. ഇവിടെ വന്നിട്ടുണ്ട് ബില്ലിംഗ് സോഫ്റ്റ്വെയർ വിത്ത് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നുണ്ടോ. നമ്മുടെ സോഴ്സ് ഫോൾഡറൊക്കെ ഉണ്ട്, പല പാക്കേജ് ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ജാവ ഫയൽസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതെടുത്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഡ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ ഏത് ലാംഗ്വേജിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.